ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഞാൻ എൻ്റെ പുരയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പുരക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ രാവിലെ എണീച്ചിട്ട് രാവിലത്തെ പണിയുണ്ടല്ലോ, അടിക്കലും തോർത്തൽ അതൊക്കെ ചെയ്തിട്ട് വെക്കാനായിട്ട് അങ്ങനെയൊക്കെ ഇനി പിന്നെ ബെഡ്ഷീറ്റെല്ലാം ചേഞ്ച് ആക്കിയിട്ടിട്ട് അത് വാഷിലേക്ക് ഇടണോ, ബെഡ്ഷീറ്റെല്ലാം വാഷിലേക്ക് ഇട്ടിട്ട് വേറെ ബെഡ്ഷീറ്റെല്ലാം ചേഞ്ച് ആക്കി അങ്ങനെ. പിന്നെ ഞാൻ എൻ്റെ പുരന്ന് ഹസ്ബൻഡിൻ്റെ പേർക്ക് 10-15 ദിവസം കഴിയുമ്പോൾ പോന്ന്, ഹസ്ബൻഡിൻ്റെ പുരന്ന് എൻ്റെ പേർക്ക് 10-15 ദിവസം കഴിയുമ്പോൾ വരുന്നു. അങ്ങനെ പോയിക്കൊണ്ട് വന്നുകൊണ്ട് അങ്ങനെ നിൽക്കും. അങ്ങനെ ഇപ്പം ഞാൻ വന്നിട്ട് കുറേ അങ്ങനെ ഇന്ന് പോവാമെന്ന് പറഞ്ഞു. പിന്നെ അത് ഈ ഡ്രസ്സെല്ലാം ഈ ബാഗിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് വെക്കുന്നു. പുരന്ന് വരുമ്പോൾ ഒരു ബാഗ് മാത്രം ഉണ്ടാകുന്നു, ഇവിടുന്ന് പോകുമ്പോൾ ഫുള്ള് ഡ്രസ്സ് ഉണ്ടാകുന്നു. പിന്നെ അത് പോകണമെങ്കിൽ നമുക്ക് നല്ല മഴ, അങ്ങനെ മഴ കൈയ്യട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ വെയിറ്റാക്കി. നല്ല രീതിയിൽ മഴ വരുന്നുണ്ടായി. അങ്ങനെ കുറച്ച് സമയം അവിടെ വെയിറ്റാക്കിയിട്ടാകുമ്പോൾ പിന്നെ മഴ പോയി. എൻ്റെ അളമ്മൻ്റെ മോൻ്റെ ഒക്കെ പോകാനായിട്ട് ഒന്നോട് വരാൻ പറഞ്ഞിനേ, ഒന്ന് ഉമ്മാവും രണ്ടാളും കൂടിയിട്ട് കൊണ്ടാക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഓന് വന്ന് മയവും കുറഞ്ഞ് ഓന് വന്നിട്ട് പോവാന്നുണ്ട്. അങ്ങനെ കുമ്പിളൊക്കെ എത്തി. പിന്നെ കുമ്പിളിൽ കുറച്ച് സാധനം മേങ്ങാന്ന് പറഞ്ഞിട്ട് അവിടെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. അവിടെ കുറച്ച് സാധനം മേങ്ങാലിട്ട് അങ്ങനെ സാധനമെല്ലാം മേങ്ങിയിട്ട് പോകാമെങ്കിൽ നമുക്ക് മഗ്‌രിബ് കഴിഞ്ഞ് ഇഷ്ടമായി. അങ്ങനെ ഇതാ പോകുന്നുണ്ട്. പിന്നെ പരിക്കെത്തി. പിന്നെ ഉമ്മ അതിനപ്പന്നൊക്കെ ഇങ്ങനെ ലേറ്റായില്ലേ മഗ്‌രിബ് പറഞ്ഞിട്ട് ഉമ്മ അപ്പന്നെ പോയി. പിന്നെ എൻ്റെ റൂമിൻ്റെ അവസ്ഥയെല്ലാം ക്ലീൻ ആക്കണം. അപ്പം ഞാൻ ക്ലീൻ ആക്കിയിട്ട് നേരെ കിടന്നിട്ട് ഉറങ്ങി. ഇപ്പോൾ ഇത് നെക്സ്റ്റ് ദിവസം ഞാൻ രാവിലെ എണീച്ചിട്ടതാണ് നിസ്കരിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചായ വെക്കാൻ പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വന്നു. എന്നിട്ട് അപ്പത്തിന് അരയുന്നുണ്ട്, ഉമ്മ എന്തോ കല്ലിലേക്ക് ഇട്ടിനായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങൾ വേണ്ടി അതെല്ലാം കയറ്റി വെച്ചിട്ട് പിന്നെ നനക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ നനച്ചിട്ടെല്ലാം ആയിട്ട് പിന്നെ ചായ കുടിച്ച് അങ്ങനത്തെല്ലാം ചായ കുടിച്ചിട്ടായിട്ട് റൂമൊന്ന് ക്ലീനാക്കി. റൂമിൻ്റെ പണി എൻ്റെ അടുക്ക് കഴിഞ്ഞ റൂം ഫുള്ള് ഇന്നലെ വരുമ്പോൾ വലിച്ചിട്ടിട്ടുണ്ടായല്ലേ, അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് അവിടെ ഒന്ന് എടുത്തിട്ടാണ്. പിന്നെ നേരെ ക്ലീനൊക്കെ അടിച്ചിട്ട് തോർത്തിട്ട് കൊട്ടിയിട്ടെല്ലാം വെക്കാനായിട്ട് മീത്തെല്ലാം കുറച്ച് പൊയിഞ്ചലെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തിട്ട് അടിച്ചിട്ടെല്ലാം വെക്കാറിട്ട്. പിന്നെ ഈ പൂച്ചയില്ലേ, ഈ പൂച്ച എടുക്കുന്ന പണി എന്താ പറയുക, ഇതിൻ്റെ അടിയിലെല്ലാം തൂറിയിട്ട് മൂത്രമൊഴിച്ചിട്ട് വെക്കുന്നത്. മഴ വരുമ്പോൾ മാത്രമോ, മഴ കുറഞ്ഞിട്ടാകുമ്പോൾ ഇതാക്കുന്നുണ്ട്. രാത്രി പകലില്ല, പകൽ ഫുൾ ടൈം പുറത്ത് തന്നെ, രാത്രി ഇവിടെ വന്നിട്ട് കിടന്നിട്ട് അവിടെ തന്നെ മൂത്രമൊഴിച്ചിട്ടും തൂറിയിട്ടും വെക്കുന്നത്. സീറ്റ് ഔട്ടിൽ കൊച്ചു സീറ്റ് ഔട്ടിൽ അങ്ങനെ അതിൻ്റെ വെള്ളം വീത്തിയിട്ട് കവുന്നുള്ള പണി കിട്ടും. പിന്നെ ഞാൻ നേരെ തോർത്താൻ എല്ലിയിട്ട് വന്ന് അങ്ങനെ തോർത്തുന്നുണ്ട്. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പണിക്ക് കഴിഞ്ഞ് മീൻ കറിയൊക്കെ മീൻ ചാറ് അങ്ങനെ അരക്കാനെല്ലാം ഇട്ടിട്ട് അന്നേ പിന്നെ അതിനെ തിളപ്പിച്ചിട്ട് എടുക്കാതെ പറഞ്ഞിട്ട് മീനെല്ലാം മുറിച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുത്ത്. ആ സമയത്താണ് നല്ല മഴ പൊടിച്ചിട്ട് മഴ ഇപ്പോൾ പെയ്യുന്നുള്ളത്, പെയ്തിന് കുറച്ച് സമയം പെയ്തിന്. അങ്ങനെ പെട്ടെന്ന് തുണിപ്പായെല്ലാം എടുക്കാലിട്ട് പോയി നനച്ചിട്ടിട്ട് നല്ല കാറ്റ് വരുന്നുണ്ടായി. അങ്ങനെ ബിയമ്മ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വന്നു. കുറച്ച് സമയം തന്നെ പെയ്തിന്, അത് ചെറുതായിട്ട് പെയ്തിന്.
വിചാരിച്ച പോലെ വന്നിട്ട് നല്ല കാറ്റും മഴ അങ്ങനെ പിടിച്ചിട്ടുണ്ടായി. അപ്പോൾ വിചാരിച്ച് നല്ല പെയ്യും, അങ്ങനെ പെയ്തിട്ട് അങ്ങനെ അത് ഡ്രസ്സെല്ലാം എടുത്ത് കണ്ടിട്ട് മീൻ കാച്ചാൻ വേണ്ടിയിട്ട് വെച്ച് അങ്ങനെ മീനെല്ലാം കാച്ചിട്ടായിട്ട് നേരെ കുളിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ എനിക്ക് 2 ദിവസമായിട്ട് നല്ല പനി ജലദോഷം അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ നേരെ ചോറൊന്നും ബൈക്ക് പാങ്ങുന്നില്ല. അങ്ങനെ അപ്പം തിന്നു, ഞാൻ ഉച്ചക്ക് അപ്പം തിന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ബൈ ബൈ.